ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കേക്കിൻ്റെ A to Z എന്ന് പഠിച്ചാലോ. ആദ്യം മൈദ എടുത്തു, 200 ഗ്രാം മൈദ അളന്ന് തൂക്കിയെടുത്തു. അതേപോലെ തന്നെ 200 ഗ്രാം പഞ്ചസാരയും അളന്ന് എടുത്തു. എല്ലാം ഈക്വൽ അളവാണ്. 200 ഗ്രാം മൈദ, 200 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം മുട്ട, പകരം 4 മുട്ട. ആ രീതിക്കാണ് നമ്മൾ അളവെടുക്കുന്നത്. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇട്ടു, 1/2 ടീസ്പൂൺ കൂടി ഇടുന്നു. അതായത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൈദയിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. എത്രത്തോളം യോജിപ്പിക്കുന്നുവോ അത്രത്തോളം നന്നായിരിക്കും. ഇതിപ്പം കൊട്ടാരക്കരയിലുള്ള ഒരു ക്ലാസ്സിലാണ്. ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക് കേക്കിനെ കുറിച്ച് ഒട്ടും അറിവില്ല. അതുകൊണ്ട് A to Z പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിരുന്നത്. അത് അരിച്ച് കാണിക്കുന്നത് മുതൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കുട്ടികൾ തന്നെ പിടിച്ച വീഡിയോ ആണിത്. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മൈദ 2-3 പ്രാവശ്യം നമ്മളിവിടെ അരിച്ച് മാറ്റുന്നുണ്ട്. ഒരു പ്രാവശ്യം അരിച്ചു, അത് വീണ്ടും അരിക്കുന്നു. കഴിവ് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ അരിക്കാതെ നമ്മളുടെ ബട്ടർ പേപ്പറിൽ തന്നെ അരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാര്യം ന്യൂസ് പേപ്പറിനകത്ത് ഒത്തിരി കെമിക്കലൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഒരു അറിയാമല്ലോ, ക്ലാസ്സിലെ ചുറ്റുവട്ടം നമ്മൾ വീട്ടിൽ ക്ലാസ് എടുക്കുന്ന പോലെയല്ല. ക്ലാസ്സിലെടുക്കുമ്പോഴേക്കും ഒത്തിരിയും നമുക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഇവിടെ അരിച്ച് കാണിക്കുന്നു. ഇനി നമുക്കിത് പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്ക് മുട്ടയെടുക്കാം. മുട്ട 4 മുട്ട എടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട എടുക്കുമ്പോൾ ഓരോന്നും ഓരോ തവിയിലോ ഗ്ലാസ്സിലോ പൊട്ടിച്ചൊഴിച്ച ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. കാര്യം 4 മുട്ട എടുത്ത് 4ാമത്തെ മുട്ട ചീത്തയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം കളയാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓരോ 1 by 1 ആയിട്ട് മുട്ട എടുക്കുക. മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും ഒത്തിരി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ക്രീം ബീറ്റ് ചെയ്യുന്ന പോലെയൊന്നും അല്ല. നമ്മളിപ്പോൾ 2 സ്പീഡിലായിട്ടിട്ട് അടിച്ചെടുക്കുക. അടിക്കുമ്പോഴും വലിയ പത കണ്ടോ, വലിയ പതകൾ ഒന്ന് പൊടിക്കുന്ന അല്ലെങ്കിൽ മണൽ പരുവത്തിൽ എത്തുന്നതാണ് മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാകം. നമുക്ക് മുട്ടയ്ക്ക് ഉളുമ്പ് മണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 അടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 ടീസ്പൂണായിട്ട് കണക്കാക്കാം കേട്ടോ, കുഴപ്പമില്ല. 2 മൂടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ വലിയ പതകളൊന്ന് പൊടിക്കുന്നു അടങ്ങുന്നത് വരെ ഒന്ന് മുട്ട ബീറ്റ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ അളന്ന് വെച്ച 200 ഗ്രാം പഞ്ചസാര പൊടിച്ച് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് പഞ്ചസാര നന്നായിട്ട് ഫൈൻ പൗഡറാക്കി പൊടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ പത ഒന്ന് അടങ്ങി ഒരു മണൽ പരുവത്തിൽ എത്തുമ്പോഴേക്കും നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം കണ്ടോ, നല്ല ഒരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ആ 4 മുട്ടയും നന്നായിട്ട് അടിച്ച് വലിയ കോമളകളെല്ലാം മാറ്റി ചെറിയ രീതിയിലുള്ള ബബിൾസായിട്ട് മാറി ഫോം പോലെ മാറിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്. നമ്മുടെ ഈ പത അടിഞ്ഞു പോവാതെ, ഓരോ സ്ഥലത്ത് ഓരോ ലാംഗ്വേജാണ്. പത അടിയാതെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കാണിക്കുന്നതും അതിൻ്റെ സമയം എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് പോകുന്ന സമയം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു. ചില സമയം നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ ടൈമിങ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെയായിട്ട് ഒട്ടും കട്ട് ചെയ്യാതെയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഒരു കഷ്ണം പോലും നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടില്ല. അപ്പം പഞ്ചസാര ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി അത് മൊത്തം ഒന്ന് കൊട്ടിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ മൈദയും ചേർത്ത് കൊടുക്കേണ്ടത്. മൈദ കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതേപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് മൈദയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണഗതിയിൽ മൈദ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പാച്ചില കൊണ്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് പതിവ്. നമ്മളാരും ബീറ്റർ ഉപയോഗിക്കാറില്ല. പക്ഷേ ബീറ്റർ ഫസ്റ്റ് സ്പീഡിലാണ് ഇടുന്നതെങ്കിൽ
വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എനിക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ സ്പാച്ചിൽ ഉപയോഗിക്കാതെ ഫസ്റ്റിലിട്ട് ചെയ്യാറുണ്ട്. ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് നമ്മൾ മൈദയൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും നമ്മളുടെ ആ മുട്ട ഫ്ലഫിയായി വന്ന മുട്ടയുടെ പത അടിഞ്ഞു പോകുന്നില്ല. മൈദയും കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്, ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 200 ഗ്രാം മൈദ, 200 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം മുട്ട എന്ന കണക്കെടുക്കുമ്പം 60 ml ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 250 ഗ്രാമിൻ്റെ കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് എന്ന് പറയത്തില്ല, 6 4 24 60 മില്ലി നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ സ്പൂൺ കണക്ക് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം 1 ടീസ്പൂൺ നമ്മൾ 5 മില്ലി ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 ടീസ്പൂൺ നമുക്ക് ചേർക്കേണ്ടി വരുന്നുണ്ട്. അതല്ല നമുക്ക് ടേബിൾ സ്പൂൺ കണക്കാണ് പറയുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുമല്ല കപ്പ് അളവിലാണ് പറയുന്നതെങ്കിൽ 1/4 കപ്പ് 60 ml 1/4 കപ്പ് അളവിൽ നമുക്ക് എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മൈദ ഏകദേശം യോജിപ്പിച്ചു തീരാറായിട്ടുണ്ട്. മൈദ മൊത്തം ആയിട്ടുണ്ട്. പറന്ന് പോവാതെ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഇതാ മൈദ ഫുള്ള് കൊട്ടിത്തീർന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്തിനും അടിസ്ഥാനം കണക്കാണ്. അളവ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിടുന്നത്. കാര്യം പഠിക്കുന്ന കുട്ടികൾക്ക് ആ അളവ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി. കേട്ടോ, ഇത് 1 ടീസ്പൂൺ വീതം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 ടീസ്പൂൺ നമ്മൾ അളന്ന് ഇവിടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 12 ടീസ്പൂൺ 15 60 ml നമുക്ക് ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫസ്റ്റിലിട്ടാൽ മതി. ബീറ്റർ ഒന്നിൽ തന്നെ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് 4 പ്രാവശ്യം കട്ട് ആൻഡ് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു സ്പഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണ 12 ടീസ്പൂണായി മാറ്റി വെച്ചു. ഇനി നമുക്കിനി ജസ്റ്റ് ഒന്ന് സ്പാച്ചില കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ ടിന്ന് സെറ്റാക്കി വയ്ക്കണം. 8 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുക. നമുക്കിതാ ഇതുപോലെ ജസ്റ്റ് വട്ടത്തിൽ കറക്കിയെടുക്കുക. നടുക്കൂടി ചുഴറ്റി മാറ്റുക. വീണ്ടും പാത്രവും കറക്കുക, സ്പാച്ചിലും കറക്കുക, കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. വീണ്ടും പാത്രവും കറക്കുക, സ്പാച്ചിലും കറക്കുക, കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. അങ്ങനെ 4 പ്രാവശ്യം ആകുമ്പോഴേക്കും 4 വശത്തെ കംപ്ലീറ്റ് യോജിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഇളക്കി അതിൻ്റെ ബബിൾസ് ഒന്നും പോകരുത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, റിബൺ പോലത്തെ ഒരു അവസ്ഥ കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് നമ്മളുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി വടിച്ചൊഴിക്കുമ്പോഴും എപ്പോഴും നന്നായി വടിച്ചൊഴിക്കുമ്പം അടിയിൽ ചിലപ്പോൾ അടിയാതെയോ പൊടിയായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് വടിച്ച് ഇടരുത്. നടുക്കിട്ട് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് കട്ട പോലെ അല്ലെങ്കിൽ കട്ടയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വടിച്ചെടുക്കുന്നതും സൂക്ഷിച്ച് നോക്കുക. അതിനകത്ത് പൊടി വല്ലതും മിച്ചിരിപ്പുണ്ടോ നോക്കുക. പൊടി ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തട്ടരുത്. നന്നായി യോജിപ്പിച്ച ശേഷം മുഴുവനും വടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. അതേപോലെ തന്നെ സ്പാച്ചില കൊണ്ട് നമ്മുടെ ഈ ടിന്നിൽ കൊണ്ട് വടിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ബൗളിൽ വടിച്ചോ. പക്ഷേ ഈ മാവ് ഒഴിക്കുന്ന ടിന്നിൽ കൊണ്ട് സ്പാച്ചിലയോ ഒന്നും കൊണ്ട് വടിക്കരുത്. അതുപോലെ തന്നെ കണ്ടോ, ഇത് കൊട്ടി നമ്മളതിൻ്റെ ബബിൾസ്, എയർ ബബിൾസ് കളയുക. ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും, എയർ ബബിൾസ് വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഈ രീതിക്കുള്ള കൊട്ടി ആ ബബിൾസ് ഫുള്ള് പൊട്ടി പുറത്ത് പോയ ശേഷം നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലേക്ക് വയ്ക്കുന്നു. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ഞാനത് ബേക്ക് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ നമുക്ക് വേകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്രീം അടിച്ചു മാറ്റാം.
വിപ്പിംഗ് ക്രീം ഇപ്പോൾ ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഫ്രിഡ്ജ് ഇല്ല, ഐസ് ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റേതായ കുറേ കുറവുകളുണ്ട്. ഫിനിഷിങ് വയ്ക്കുന്ന കാര്യം ഭയങ്കര പ്രയാസമാണ്. കാര്യം ഇത് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല പ്രയാസമുണ്ട്. അതിൻ്റെ ആ കൺസിസ്റ്റൻസിയൊക്കെ മാറി, ശരിക്കും പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ നിന്ന് മാറി ഒക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്ക് അടിച്ച് നോക്കാം. ഐസ് ബോക്സിനകത്താണ് വെച്ചിരുന്നത്. ഇനി ക്രം കോട്ട് ചെയ്തിട്ട് വയ്ക്കാനുള്ള ഫ്രിഡ്ജിന് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ഐസിങ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അത്രയ്ക്ക് ചൂടായി ഇപ്പോൾ ഉള്ളത്. 12 മണി നേരമായി. നല്ല ടിൻ ഷീറ്റുമാണ്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയത്തില്ല നമ്മൾ, എന്താ പറയുക, ഈ വിപ്പിംഗ് ക്രീം അടിച്ച് തേച്ച് വരുമ്പോഴേക്കും മെൽറ്റാകാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോൾ വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ ഒന്നാമത്തെ പോയിന്റിലിടുക. അതൊരു 3 മിനിറ്റ് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് തിക്കായി വരുന്ന കാണുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ബട്ടണിലേക്ക് മാറ്റുന്നത്. അതും ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് അത് ബീറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ 3ലേക്ക് പോയിൻ്റ് മാറുന്നത്. അതും സെയിം പോലെ തന്നെ ഒരു 3 to 4 മിനിറ്റ്സ് അടിക്കുക. 4-എത്തുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം ഇത് നല്ല തിക്കായിട്ട് വരുന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന 4ാമത്തെ പോയിന്റിലെത്തുമ്പോഴാണ്. പിന്നെ ഒരു പോയിൻ്റ് കൂടിയുള്ള 5, എൻ്റെ വീട്ടിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, എൻ്റെ വീട്ടിൽ 5 പോയിൻ്റേ ഉള്ളൂ. 5ാമത്തെ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റിഫായി കിട്ടണം. പിന്നെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൂസായി പോവും. അപ്പം 4ാമത്തെ ഒരു പോയിൻ്റ് വരെയൊക്കെ നമ്മൾ ഒരു 3 to 4 മിനിറ്റ്സ് വീതം അടിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കണ്ടോ, ഓരോന്നും നമുക്ക് ഓരോ സ്പീഡ് മാറ്റിക്കൊണ്ടിരിക്കുക. ഓരോ അവസ്ഥ കണ്ടുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത്. ക്രീം സെറ്റാകുന്നതും ക്രീം കട്ടിയായി വരുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കട്ടയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ 5ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ക്രീം തിക്കായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല തിക്ക് ക്രീം കിട്ടുന്നുണ്ട് നമുക്ക്. ക്യാമറയാകുമ്പോൾ ക്യാമറയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണ് കേട്ടോ. വില കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. ഐസ്ക്രീമിനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് ക്യാമറയുടെ വിപ്പിംഗ് ക്രീം നമുക്ക്. അതുപോലെ ഇത് നോൺ ഡയറി ആട്ടോ, അത് പാലിൽ നിന്നുള്ളതല്ല, നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡയറി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ ആൾക്കാരും കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ പൊതുവെ ഉപയോഗിച്ച് കണ്ടു വരുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശമൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ചൂട് കാരണം നമുക്ക് ഈ സമയത്താണ് ശരിക്കും ചൂട് കാലാവസ്ഥ വരുമ്പോഴേക്കും ഇതിൻ്റെ താഴെ തുടങ്ങിയ ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബിന് മുകളിലോ വെച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്, ആ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നുമില്ല. എനിക്ക് ഐസ് ക്യൂബ് പോലും കയ്യിലില്ല. ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നത് അതുമില്ല. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് തിക്കാക്കി നമുക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പം കണ്ടോ, സ്പീഡ് കൂട്ടി നമ്മളിപ്പോൾ 5th എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടി കറക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. കൂടുതൽ പണി ഇതിൻ്റെ പുറത്തില്ല. ഈ ബീറ്ററിൻ്റെ 1 2 3 4 5 എന്നുള്ള ആ ടൈമിങ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ആ ടൈം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങളോർക്കും അത്രയും പെട്ടെന്ന് തന്നെ ക്രീം ആകും എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് കറക്റ്റ് സമയത്തേക്കാണ് ഇത് നമ്മൾ വീഡിയോ പിടിച്ചിരിക്കുന്നത്. ഫുള്ള് ടൈം കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാലോ, ഇത് കമഴ്ത്തി നോക്കുമ്പം താഴെ വീഴാത്ത പരുവത്തിലാണ് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ആരും കയറി കമത്തി നോക്കരുത്, നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കമത്തി നോക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ കേക്ക് ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് എത്ര ലെയറാക്കി മുറിക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കണ്ടോ, 1 2 3 4 വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, എത്ര വേണമെങ്കിലും മുറിക്കാം. നമുക്കിപ്പം നമ്മൾ ചെയ്യുന്നത് 4 ലെയറിൻ്റെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അളക്കുമ്പോഴും നമ്മുടെ കട്ടർ ഉപയോഗിക്കുമ്പോഴേക്കും ആ സൈഡിൽ കൂടി തന്നെ നമ്മളുടെ നോട്ടം വരേണ്ടത് ഈ സൈഡിലേക്കാണ് വരേണ്ടത്. കണ്ടോ, നമ്മൾ വിരൽ പുറകോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കണ്ടോ അളവ് എവിടെയാണോ തുടങ്ങിയത് നോക്കി നമ്മൾ പോകുന്നത്. അളവ് കിട്ടി, കറക്റ്റ് അവിടെ എത്തി. കണ്ടോ, ഇനി അത് പതുക്കെ നടുക്കൂടി ഒന്ന് കട്ട് ചെയ്ത് ചെത്തി മാറ്റിയാൽ മാത്രം മതി. എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈഡിൽ വലിപ്പം കൂടുതലും ഒരു സൈഡിൽ വലിപ്പം കുറഞ്ഞും കയറിപ്പോവും. നല്ല സ്പോഞ്ചായിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്പഞ്ചാണ് നമുക്ക് അടിച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്തു. അത് നമ്മൾ ആ സൈഡ് വ്യൂ ആണ് എപ്പോഴും നോക്കേണ്ടത്. നേരെ മുകളിൽ നിന്ന് ചെയ്യരുത്, ഇരുന്ന് നമ്മളുടെ കേക്ക് ലെവലുമായിട്ട് നമ്മളുടെ സീറ്റിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേക്കിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് മാറാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ പീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ പീസ് മുറിച്ച് മാറ്റാം. അപ്പോൾ 3, 4 എന്നുള്ള രീതിയിൽ നമുക്ക് 4 പീസാണ് നമ്മളിപ്പോൾ 4 ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുകൂടി നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ, ക്ലിയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാറുള്ളത് ഈ പീസും കൂടി എടുത്ത് മാറ്റിയ ശേഷം ആ 4ാമത്തെ പീസ് പൊക്കി അതിൻ്റെ അടിയിൽ അല്പം ക്രീം തേക്കാറുണ്ട്. ഞാനിപ്പോൾ അതിനൊന്നും പോകുന്നില്ല. അതൊന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിൽ നിന്ന് സെലക്ട് ചെയ്ത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ക്രീം അടിയിൽ തേക്കുന്നത്. ഞാനിപ്പോൾ മുകളിലേക്ക് ക്രീം തേക്കുവാണ്. അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടില്ല ഇതിനകത്ത്. ഈ ലെയറിൽ ഷുഗർ സിറപ്പ് ഞാൻ ഒഴിച്ചിട്ടില്ല. രണ്ടാമത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് അലിയിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു, അതിൻ്റെ മീതേക്ക് നമ്മൾ ക്രീം ഒരു ലെയർ, ഒത്തിരി കട്ടിക്കൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഏകദേശം ഒരു 1/4 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ ക്രീം ഒന്ന് തേച്ച് കൊടുത്തു. നമ്മളിത് പൈനാപ്പിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ക്രഷാണ് ഞാനിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ വാങ്ങിക്കുന്നത് മലാസിൻ്റെ വാങ്ങിക്കാറുള്ളത്, പക്ഷേ ഇന്നിപ്പോൾ കിട്ടിയത് ഫ്രൂട്ട് ഒമാൻ്റെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് അതിനേക്കാൾ നല്ലത് മലാസിൻ്റെ തന്നെയാണ് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ നമുക്ക് പഞ്ചസാര എടുത്ത് വിളയിച്ചെടുത്താൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പം ജസ്റ്റ് പൈനാപ്പിളിൻ്റെ ക്രഷ് ഒന്ന് നമുക്ക് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ക്രഷിൻ്റെ മേലേക്ക് അടുത്ത പീസ് വരുമ്പോഴേക്കും ഇതിലേക്ക് വരുന്ന നമ്മുടെ വാട്ടർ, അതായത് ജലാംശം കൊള്ളുന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലുള്ള ലെയർ അത് അബ്സോർബ് ചെയ്ത് എടുത്തോളും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പോരാത്ത പൈനാപ്പിളിൻ്റെ ക്രഷ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അത് ഫുള്ളൊന്ന് പരത്തി എടുക്കാം. എല്ലായിടത്തും ഒരേ കനത്തിൽ തന്നെ പരത്തി എടുക്കണം. കാര്യം ഓരോ പീസായിരിക്കുമല്ലോ എടുക്കുന്നത് എപ്പോഴും കേക്ക്. അപ്പം എല്ലായിടത്തും വൃത്തിക്ക് നമുക്ക് ഒരേ കനത്തിൽ തേച്ച് കൊടുക്കുക. അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കുക. 4 വശവും കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് അതിനകത്ത് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതുപോലെ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് പാലിലേക്ക് ഒരു 1/4 ഗ്ലാസ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പായിട്ട് ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കത് മെൽറ്റ് ചെയ്ത് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് ഷുഗർ സിറപ്പ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാലിൽ പഞ്ചസാര കലക്കിയെടുക്കാം, പാലിൽ മിൽക്ക് മെയ്ഡ് കലക്കിയെടുക്കാം. എല്ലാം കൂടി ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിനകത്തും നമ്മൾ ഷുഗർ സിറപ്പ്, മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അതിന് മീതിലേക്ക് നമ്മൾ അടുത്ത സെറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്രീമും ഒത്തിരി കട്ടിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി എല്ലാം പുക പോലെ വഴിയെ പോലെ തന്നെ ഇതിൻ്റെ മീതേക്ക് പൈനാപ്പിളിൻ്റെ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചോപ്പിങ്സ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ധൃതിയിൽ തീർക്കുക, കാര്യം നല്ല ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ക്രീം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തു അപ്പോൾ തന്നെ ഉണ്ടാക്കി തീർക്കാത്തുള്ള ലക്ഷ്യത്തിലാണ് നമ്മളിപ്പം ഓടിച്ച് തീർക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് ക്രഷ് കൂടാതെ നട്ട്സോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൈനാപ്പിൾ ആണെങ്കിലും ഫൈനലി ചോപ്പ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാകും. അപ്പോൾ പൈനാപ്പിളിൻ്റെ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നും പുറകെ നമുക്ക് പഠിക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു വ്യക്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീം ചെയ്തു, അതിൻ്റെ മീതേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ ക്രഷ് ഒഴിച്ചു, അതും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതിലേക്ക് അടുത്ത ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഫസ്റ്റ് കട്ട് ചെയ്തില്ലേ മോൾ ഭാഗം, അതെടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുകയാണേ. കണ്ടോ? അപ്പോൾ ആ ഒരു നമ്മുടെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അഭംഗി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുകളിലത്തെ ടോപ്പ് എടുത്ത് ഞാൻ മൂന്നാമത്തെ പീസിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തത്. എന്നിട്ട് അത് വീണ്ടും തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് അത് നമ്മൾ സോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. വീണ്ടും നേരത്തെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിക്കുക, അതിൻ്റെ മീതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്ത് ഒരേ കനത്തിൽ തേച്ചെടുക്കുക. അതിൻ്റെ മീതെ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം 3 ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലെയറിൻ്റെ കൂടി ആവശ്യമേ നമുക്കുള്ളൂ. ആ ലെയർ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ഇതും വിപ്പിംഗ് ക്രീം തേച്ച ശേഷം നമുക്ക് അതിൻ്റെ മീതയിലേക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ ക്രഷ്, റെഡിമെയ്ഡ് ക്രഷായിപ്പോൾ ഉപയോഗിക്കുന്നത്, ആ ക്രഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒലിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പൈനാപ്പിൾ ക്രഷ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പൈനാപ്പിൾ ക്രഷ് അത് ഓവറാക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം പരുവത്തിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് പൈനാപ്പിൾ ക്രഷ് നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ അത് സ്പാച്ചിലുണ്ട്, അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ ക്രഷ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പറയും, ഇതിൻ്റെ മീതയിൽ വരുന്ന ആ വാട്ടർ കണ്ടൻ്റ് ഇല്ലേ, അത് തൊട്ട് മുകളിൽ വയ്ക്കുന്ന നമ്മുടെ ലെയർ കയറി അബ്സോർബ് ചെയ്തോളും. കാരണം നല്ല സ്പോഞ്ചായിട്ടുള്ള ലെയറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് മധുരം അക്സെപ്റ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു പഞ്ചസാര സിറപ്പിൻ്റെ അളവ് കുറച്ച് എടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നമുക്കിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളുടെ ഷീറ്റ് വെച്ച് കൊടുത്തു. കണ്ടോ? ഇനി നമുക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ച് അതങ്ങ് മൊത്തത്തിൽ ഒഴിച്ചങ്ങോട്ട് ക്ലീൻ ആക്കി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് നമുക്ക് മുകളിലും സൈഡിലും ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എടുത്ത അത്രയും വെള്ളം അല്ലെങ്കിൽ അത്രയും ആ മിൽക്ക് മെയ്ഡും നമ്മൾ ഈ കേക്കിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു. ഒരു ടിന്ന് മൊത്തം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുന്നിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമാണ്. ഇനി നമ്മൾ ക്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മുകളിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ച് അത് സെറ്റാക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഷെയ്ഡാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക്, ഇപ്പം മുകളിൽ നിന്ന് കവർ ചെയ്ത് താഴത്തേക്ക് ചാടി ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ കാര്യം സൈഡിലത്തെ ഭിത്തി കൂടി നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താഴത്തേക്ക് ഇപ്പോൾ ചരിഞ്ഞ് പോയിരുന്നോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. മുകളിൽ ധൈര്യപൂർവ്വം നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കത്തി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇവിടെ ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വേർത്ത് വിളിക്കും. അതുകൊണ്ട് ഒരു പണിക്കും പോകണില്ല, ജസ്റ്റ് നമ്മൾ ഓടിച്ചിട്ട് ഇത് ചെയ്ത് തീർക്കുക, മുറിക്കുക എന്നുള്ള മാത്രമേ ഇപ്പോഴത്തെ ചിന്തയുള്ളൂ. അപ്പോൾ ഞാൻ വടിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ ഇത് സ്പാച്ചിലോട്ടൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വടിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ ടിഷ്യൂ വെച്ച് തൂക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലേ അത് ആ ഫിനിഷിങ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് ആവത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള സൈഡിലേക്കും കൂടെ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നു. എന്നിട്ട് മുകളിലും സൈഡിലൊക്കെ നന്നായിട്ട് വലിച്ച് അത് ഷേപ്പാക്കുന്നു. അപ്പോൾ നമ്മുടെ ഐസിങ് ഏകദേശം
ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. ഇനി പറഞ്ഞു തരുവാണ്. ഇത്രയും ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്നുകൂടി വലിക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ള ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ക്രം കോട്ട് എന്നൊക്കെ പറയത്തില്ലേ, ക്രം കോട്ടിൻ്റെ ഒരു പരുവത്തിൽ നിൽക്കുവാണ് ഇപ്പം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പരുവത്തിൽ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുക. സെറ്റായ ശേഷം എടുത്തിട്ട് വേണം നമ്മൾ ഒന്നുകൂടി ക്രീം തേച്ച് റൗണ്ടും സൈഡും വക്കും എല്ലാം ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഫ്ലവറിൻ്റെ പണിയിലേക്ക് പോകാറുള്ളൂ. ഇവിടെ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ കംഫോർട്ടിലൊന്നും ഈ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് നമ്മളതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നിൽക്കേണ്ട. ക്രീം കണ്ടാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ കണ്ടീഷൻ എല്ലാം മാറി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ക്രീമിൻ്റെ തിക്നെസ്സൊക്കെ ഉരുകി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടം ഒന്നും ആക്കിയിട്ട് നമുക്ക് നടുക്കോട്ട് വലിച്ച് മാറ്റി ഒരു 75% നമുക്ക് ഫിനിഷ് ചെയ്ത് വയ്ക്കാം. എനിക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കും ചൂടാണ്, ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ കണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇത് ക്രം കോട്ടിങ് എന്ന് പറയും. ഇതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായ ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് പണി ചെയ്യാൻ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ട് ഞാനത് ചെയ്തങ്ങ് തീർക്കുവാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കണ്ടത് ക്രീമിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി ഒരല്പം കളർ എടുത്തേ ഉള്ളൂ. മഞ്ഞ കളർ എടുത്തപ്പോഴേക്കും ക്രീം അങ്ങോട്ട് ലൂസായി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടത് കോരിടിക്കുമ്പോൾ ഉള്ള അത് ആ ഒരു നോക്കി, അതാണ് നമ്മൾ ചെയ്ത വിപ്പിംഗ് ക്രീം ചെയ്തപ്പോൾ നല്ല കട്ടിയായിരുന്നു. ഈ ചൂട് കൊണ്ട് നല്ല മെൽറ്റായി. ഓൾറെഡി ഒരു 50% തന്നെ അത് മെൽറ്റായി എന്ന് വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞ കളറാണ് യൂസ് ചെയ്ത്, ഗോൾഡൻ യെല്ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൈനാപ്പിൾ ആയതുകൊണ്ട് അതിൻ്റെ കളർ കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്കത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ സ്റ്റാർ നോസിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ചെറിയ ഫ്ലവേഴ്സ് മാത്രം കൊടുക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. മുകളിലും താഴെയും ഓരോ ലൈൻ ഫ്ലവേഴ്സ് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആക്കിക്കൊണ്ട് ഫുള്ള് ഒന്ന് കവർ ചെയ്തെടുക്കാം. എനിക്ക് ഒട്ടും തൃപ്തിയാകുന്നതിൻ്റെ കാര്യം അത് നന്നായിട്ട് മെൽറ്റാകാൻ തുടങ്ങി. ഫ്ലവറിലേക്ക് നമ്മുടെ ആ സ്റ്റാറിലൂടെ വരുമ്പോൾ, സ്റ്റാർ നോസിലൂടേക്ക് വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചൂട് കാലാവസ്ഥയിൽ നമ്മളുടെ കൈയുടെ ഉള്ളം കൈയുടെ ചൂടും കൂടി ആകുമ്പോഴേക്കും എൻ്റെ പൈപ്പിംഗ് ബാഗ് പിടിക്കുന്നത് കണ്ടോ. അപ്പോൾ അത് ഉള്ളം കൈയിലല്ലേ പൈപ്പിംഗ് ബാഗ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചൂട് കൂടി വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഈ നമ്മളുടെ ക്രീം ഉരുകാൻ തുടങ്ങിയിരിക്കും. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റിലത്തെ ഒരു കേക്ക് അങ്ങനെ തീർക്കാം. കാര്യം ഒന്നും അറിയാത്തതിന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്ലോ ആക്കിക്കൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഒട്ടും കട്ട് ചെയ്യുന്നില്ല. പിള്ളേർ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഈ വീഡിയോ ആവശ്യമായതുകൊണ്ട് അവർ വീഡിയോ പിടിക്കുന്നു. ഞാനത് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ടോപ്പിലുള്ള ചെറിയ ചെറിയ സ്റ്റാർ നോസിനോടുള്ള പൂക്കളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി താഴത്തോടെ നമുക്ക് ഒരു ലെയർ കൊടുത്ത് നോക്കാം. താഴത്തും കൂടി ഒരു ലെയർ യെല്ലോ പൂക്കൾ കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ പണി പൂർത്തിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മുകളിലത്തെ ചെയ്ത പോലെ തന്നെ താഴത്തും അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന ചെറിയ കമ്മലിടി എന്ന് പറയത്തില്ലേ, അതുപോലെ ചെറിയ 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 ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല മെൽറ്റായി. ക്രീമൊക്കെ നല്ല മെൽറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നു. ഉള്ളംകൈയുടെ ചൂടും കൂടി ചെല്ലുമ്പോഴേക്കും ആ ക്രീം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റായി പോവുക ചെയ്യുന്നത്. ഒരു വിധത്തിൽ ചെയ്ത് ഒപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫിനിഷ്ഡ് കേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയും ഒരു കോട്ടം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ആകത്തുള്ളൂ. എല്ലായിടും ഒന്ന് വലിച്ചു വിടണം. ആ വലിച്ചൊന്നും വിട്ടിട്ടില്ല. അപ്പം ചെറിയ ചെറിയ ഈ ഒരു പൂക്കളൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ മുകളിലും താഴെയുള്ള ഓരോ ലൈൻ തീർത്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നടുക്ക് നമുക്ക് 5 or 6 ചെറിയ പൂക്കൾ കൊടുത്തുകൊണ്ട് നമുക്ക് പൈനാപ്പിൾ പീസ് ഉണ്ടെങ്കിൽ പൈനാപ്പിൾ പീസായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ പീസ് അവൈലബിൾ അല്ലായിരുന്നു, ക്രഷർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ പൈനാപ്പിളിന് പകരം നമുക്ക് ചെറി വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. മുകളിൽ കൂടി ചെറിയ രീതിയിലുള്ള ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്നും ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ക്രീമൊക്കെ നല്ല മെൽറ്റായി
നല്ല ക്രീമി ആയി മാറി. ഏതാ ഫിറ്റായിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീമല്ല, പക്ഷേ ഇത് ലൂസായിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീമായിട്ട് മാറിക്കഴിഞ്ഞുകൊണ്ടോ എനിക്കൊന്ന് ഒന്ന് പിടിക്കാനുള്ള ഇതുപോലും കിട്ടുന്നില്ല, ഒഴുകി അങ്ങ് പോയേക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറിയൊടി വെച്ചോണ്ട് ചെറിയൊരു ഭംഗിയാക്കിയേക്കാം, അത്രയേ ഉള്ളൂ. 2, 4, 6, 7 മുകളിൽ ചെറിയ വേണ്ടി വരും. വലിയ പീസ് നടുക്ക് വെച്ച് കൊടുത്തു. കൂട്ടത്തിൽ കൊള്ളാവുന്ന ചുള്ളന്മാരെ 2 എണ്ണത്തിന് ഇടതുവശത്തും വലതുവശത്തും നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് 4 ചെറിയതുണ്ട്, ആ 4 ചെറിയ സ്റ്റാറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനിൽ തന്നെ വയ്ക്കണമെന്നില്ല, കുക്കറിലോ ചരുവത്തിലോ ചെമ്പിലോ ഒക്കെ വയ്ക്കാവുന്നതാണ്. 150 ഡിഗ്രിയിൽ 40 മിനിറ്റ്, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.